ഹായ് ഫ്രണ്ട്സ്, ഇത് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ടോപ്പിൽ എങ്ങനെയാണ് ലൂസ് കൂട്ടുക എന്നുള്ളത് കാണിക്കുന്നതാണ്. അപ്പോൾ ഇതൊരു ഈ ടോപ്പിലിപ്പോൾ അതായത് സ്ലീവിൻ്റെ ഈ ഒരു ഭാഗത്തും ചെസ്റ്റ് ഭാഗവും സ്ലീവിൻ്റെ മേൽഭാഗം ഈ ഒരു ആം ഹോളിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ ടോപ്പിൽ ലൂസ് കൂട്ടേണ്ടത്. അപ്പോൾ ഇതിൽ ലൂസ് കൂട്ടാനായിട്ട് ഓൾറെഡി ഇതിൽ തയ്യൽ തുമ്പൊന്നും ഇല്ല. ഇതൊരു റെഡിമെയ്ഡ് ടോപ്പ് ആയതുകൊണ്ട് നമുക്കിതിൽ തയ്യൽ തുമ്പ് വരുന്നില്ല. അപ്പോൾ നമ്മൾ ഈ തുണിക്ക് മാച്ചായ വേറൊരു പീസ് വെച്ചിട്ട് നമ്മൾ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ജോയിൻറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. നമ്മളിപ്പോൾ ഈ ടോപ്പിൻ്റെ ടൈറ്റ് വരുന്ന ഭാഗത്തൊക്കെ ഇതുപോലെ സ്റ്റിച്ചൊക്കെ അഴിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതായത് ഈ സ്ലീവിൻ്റെ കുറച്ച് മേൽഭാഗത്തും ചെസ്റ്റും ആം ഹോളിൻ്റെ അവിടെയാണ് നമുക്കിതിൽ ലൂസ് കൂട്ടേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/4 മീറ്റർ തുണിയാണ് എടുത്തിട്ടുള്ളത്. ആ തുണിനെ നമ്മൾ ഇതുപോലെ 4 പീസാക്കി കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ടോപ്പിലൊരു 4 പീസ് ഇതുപോലെ വേണം. 4 ജോയിൻ്റാണ് വരുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ജോയിൻ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഓൾറെഡി സ്റ്റിച്ചൊക്കെ അഴിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സ്ലീവിൻ്റെ പാതി, അതായത് സ്ലീവിൻ്റെ പകുതിയിലാണ് നമ്മൾ ഈ പീസ് വെക്കുന്നത്. സ്ലീവിൻ്റെ താഴത്തൊന്നും ലൂസ് കൂട്ടേണ്ട ആവശ്യമില്ല. അവിടെ കറക്റ്റ് ലൂസൊക്കെ അളവ് കറക്റ്റാണ്. അപ്പോൾ ഇത് ഇതുപോലെയാണ് ലൂസ് കൂട്ടേണ്ടത്. നമ്മുടെ ടോപ്പിൻ്റെ നല്ല വശത്തു നിന്ന് വേണം. നമുക്ക് ഏത് ഭാഗം വരെയാണോ ടൈറ്റുള്ളത് ആ ഭാഗം വരെ നമ്മൾ സ്റ്റിച്ച് അഴിച്ച് നമ്മുടെ ടോപ്പ് ഓപ്പൺ ചെയ്ത് വയ്ക്കുക. എന്നിട്ട് അതുവരെയും ഈ പീസ് ആ ഒരു അളവിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതുവരെയാണ് നമ്മൾ ഈ പീസ് ജോയിൻ ചെയ്തെടുക്കേണ്ടത്. ഇതിപ്പോൾ ഒരു റെഡിമെയ്ഡ് ടോപ്പ് ആയതുകൊണ്ട് നമുക്ക് റെഡിമെയ്ഡ് ടോപ്പിലൊന്നും തയ്യൽ തുമ്പ് വരില്ല. നമ്മളിപ്പോൾ ഷോപ്പിലൊക്കെ പോയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുണ്ടെങ്കിൽ അതിൽ ഓൾറെഡി 1 ഇഞ്ച് 2 ഇഞ്ചൊക്കെ തയ്യൽ തുമ്പ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ ഒരു തയ്യൽ തുമ്പ് അതിൽ വെച്ച് നമുക്ക് ലൂസ് കൂട്ടാൻ പറ്റും. അപ്പോൾ ഇതിലങ്ങനെ തയ്യൽ തുമ്പ് ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ലൂസ് കൂട്ടുന്നത്. അപ്പോൾ അത്യാവശ്യം നമ്മൾ ലൂസ് കൂട്ടുമ്പോൾ നമ്മുടെ ടോപ്പിന് മാച്ചായ തുണി തന്നെ വേണം. ഇതിപ്പോൾ മാച്ചൊന്നും അല്ല എങ്കിലും ഇത് വെച്ച് നമ്മുടെ കസ്റ്റമർ ഈ ഒരു പീസാണ് തന്നത്. അപ്പോൾ അതുകൊണ്ട് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഇതുപോലെ ജോയിൻറ്റ് ചെയ്തെടുക്കുക. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ഇതുപോലെ ജോയിൻ്റൊക്കെ ചെയ്ത് 4 ഭാഗത്തും ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ ജോയിൻറ്റ് ചെയ്ത ഭാഗം ഇതുപോലെ നമ്മുടെ ആം ഹോളിൻ്റെ ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് പൊന്തി നിൽക്കും. അതായത് നമ്മൾ സ്ട്രൈറ്റ് പീസ് വെച്ചിട്ട് ജോയിൻറ്റ് ചെയ്യുന്നതുകൊണ്ട് അവിടെ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു പൊന്തലുണ്ടാവും. അപ്പോൾ നമ്മൾ അതിനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ജോയിൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ജോയിൻറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ടോപ്പിൽ ഇതുപോലെ സ്ലീവ് വെച്ച ആ ഒരു ജോയിൻറ്റിൻ്റെ അവിടെ തന്നെ ഈ ഒരു ജോയിൻറ്റും വരും. അപ്പോൾ നമ്മൾ സ്ലീവ് വെച്ച ആ ഭാഗത്ത് തന്നെയാണ് ഇതുപോലെ ഓൾറെഡി ടോപ്പിൽ നമ്മൾ സ്ലീവ് വെക്കുമ്പോൾ ഉണ്ടാവുമല്ലോ ജോയിൻ്റ്. അപ്പോൾ അതുപോലെ തന്നെ ഇതും കറക്റ്റായിട്ട് വരും. അപ്പോൾ ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഈ ടോപ്പിൻ്റെ 2 സൈഡും ഈ ജോയിൻറ്റ് നമ്മൾ ഒന്ന് ജോയിൻറ്റ് കൂട്ടിക്കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഫസ്റ്റ് നമ്മുടെ സ്ലീവിൽ വെച്ച് തയ്യൽ തുമ്പ് കാണുന്നുണ്ടാവുമല്ലോ, അതിലൂടെ തന്നെ നമ്മൾ ആ ഒരു അളവ് വെച്ചിട്ട് തന്നെ ജോയിൻറ്റ് ചെയ്തെടുക്കുക. പിന്നെ അടുത്ത് സൈഡ് കൂട്ടുമ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ താഴെ തന്നെ നമ്മൾ സൈഡ് കൂട്ടേണ്ടത് ഇതുപോലെ. ഇതിപ്പോൾ അടുത്ത സ്ലീവും സൈഡ് കൂട്ടുകയാണ്. ഇതുപോലെയാണ് സൈഡ് കൂട്ടേണ്ടത്. ഇതിലിപ്പോൾ എനിക്ക് 1 ഇഞ്ച് ലൂസ് കൂട്ടിയാൽ മതി. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1 ഇഞ്ച് കൂട്ടുമ്പോൾ നമ്മുടെ ഒരു സ്ലീവിൽ 1 ഇഞ്ച് വെച്ച് കൂട്ടുമ്പോൾ 2 ഇഞ്ച് ലൂസ് കിട്ടും. അങ്ങനെ 2 ഭാഗത്താകുമ്പോൾ നമുക്കിതിൽ ഒരു 4 ഇഞ്ച് ലൂസാണ് വരുന്നത്. അപ്പോൾ 4 ഇഞ്ച് ലൂസ് ഇവിടെ ആവശ്യമുള്ളൂ. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ ഇതുപോലെ ജോയിൻറ്റ് ചെയ്തെടുത്തു. ഇനി ഈ പീസ് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ നല്ല ടോപ്പുകളൊക്കെ ആണെങ്കിൽ ഇതുപോലെ തയ്യൽ തുമ്പൊന്നും നമുക്ക് ലൂസ് കൂട്ടാനും ഇല്ല. നല്ല ടോപ്പാണെങ്കിൽ അത്യാവശ്യം കളയാനും പറ്റാത്തതൊക്കെ ആണെങ്കിൽ നമുക്കിത് ഇതുപോലെ പീസൊക്കെ വെച്ചിട്ട് ജോയിൻറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇത്രയേ ഉള്ളൂ, കൂടുതൽ പണിയൊന്നുമില്ല. ആ ടൈറ്റുള്ള ഭാഗത്ത് നമ്മൾ
സ്റ്റിച്ച് അഴിച്ചു വിടുക. എന്നിട്ട് ഇതുപോലെ പീസ് വെക്കുക. ഇതുപോലെ സാധാരണ നമ്മൾ സ്ലീവ് എങ്ങനെയാണോ ഫസ്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അടിക്കുക അതേപോലെ തന്നെ ഇതുപോലെ ചെയ്യാണ് ചെയ്യുന്നത്. നമുക്കിതിലൊരു 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്കിത് അടിമറിച്ച് വന്നപ്പോൾ ഇതുപോലെ ഒരു ഇഞ്ച് വെച്ചിട്ട് നമുക്കൊരു 2 ഇഞ്ച് ലൂസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര ലൂസ് മതി ഇതിൽ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നേരത്തെ പറഞ്ഞതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.